നമ്മൾ മെയിൻലി ഇത് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോർനെറ്റ് 2.0 ഇറങ്ങി. എല്ലാവർക്കും ജെയ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോർനെറ്റ് 160R ഇൻഡിക്കേറ്റർ ചേഞ്ചാണ്. ഓൾറെഡി ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ചേഞ്ചാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹെഡ്ലൈറ്റ് ഊരി ഒരു ട്രൈ നോക്കിയതാണ്. ഈസിയാണ് ഊരാൻ. ജസ്റ്റ് 2 സ്ക്രൂ, ഇവിടെ 2 നട്ട്, ഇവിടെ 2 സ്ക്രൂ, ഇത്രേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് കണക്ഷൻ വരുന്നത് ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ, ഇൻഡിക്കേറ്റർ എല്ലാവരും ഒരുമിച്ച് ഒറ്റ സോക്കറ്റിലാണ് വരുന്നത്. അത് ഊരുക, അത്രേ ഉള്ളൂ പണി. പിന്നെ നമ്മൾ വെക്കാൻ പോകുന്ന ഇൻഡിക്കേറ്റർ ഇതാണ്. എൻ്റെ ഓൾഡ് ഇൻഡിക്കേറ്റർ. വെക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻഡിക്കേറ്റർ ഇതാണ്. നമുക്ക് അതിൻ്റെ അൺബോക്സിങ് എന്ന് കണ്ടിട്ട് വരാം. സോ അതായിരുന്നു നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ അൺബോക്സിങ്. നമ്മൾ 2 ജോഡിയാണ് വാങ്ങിയത്. ഇപ്പം നമുക്കൊരു ഇൻഡിക്കേറ്റർ ഓറഞ്ച് കളർ ഇൻഡിക്കേറ്ററും ഒരു ബ്ലൂ കളർ DRLും വരുന്നുണ്ട്. DRL നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്താൽ മതി. അത് നമ്മുടെ പാർക്കിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കത്തിക്കിടക്കും. ഇത് ഇൻഡിക്കേറ്റർ നമ്മൾ നോർമലി ഫ്ലാഷറിൽ കണക്ട് ചെയ്യും. സോ ഇതാണ് ഇൻഡിക്കേറ്റർ. ഇതിൻ്റെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു ജോഡി 500 രൂപയാണ് റേറ്റ്. 2 ജോഡി ആകുമ്പോൾ 1000 രൂപയാവും. നമ്മൾ ഓൺലൈനിൽ നമുക്ക് 290, 300 ആ ഒരു റേഞ്ചിൽ കിട്ടും. ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ക്വാളിറ്റി അത്യാവശ്യം കുറവാണ് ഈ ഒരു പ്രൊഡക്റ്റിന്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അത്യാവശ്യം ക്വാളിറ്റി കൂടുതലായിരിക്കും. പിന്നെ സൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സൈസ് വ്യത്യാസം വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അല്പം ചെറുതാണ്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. പ്രധാനമായിട്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ക്വാളിറ്റിയുടെ ഒരു വിഷയം വരുന്നുണ്ട്. ഈ ഹാങ്ങിങ് പ്രോബ്ലം വരുന്നുണ്ട്. അത് അത്യാവശ്യം കട്ടി കുറവാണ്. അതിനുവേണ്ടി നമ്മളിപ്പം ചില പൊടിക്കൈകൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കിളിൻ്റെ റിമ്മിൻ്റെ കമ്പിയാണ്. ഇത് നമ്മൾ ഇതിൽ കയറ്റുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്ത് ഇൻസുലേറ്റ് ചെയ്യും. ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരിക്കും വേണ്ടി ഇൻസുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് കയറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ചൊരു സ്ട്രെങ്ത് കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വെക്കണമെങ്കിൽ ഇതിൻ്റെ ഹോള് അത്യാവശ്യം വലുതാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, വാഷർ വേണം. ഇത് നമുക്ക് ഒരു ഇപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ കട അല്ലെങ്കിൽ ഷീറ്റൊക്കെ ഇടുന്ന കടകളിലെ ഈ ഒരു സാധനം കിട്ടത്തുള്ളൂ. സോ ഇത് വാങ്ങുക. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ റിമ്മിൻ്റെ കമ്പി നമ്മൾ ഇതിനകത്തേക്ക് കയറുന്ന രീതിയിൽ അളവിൽ മുറിച്ച് ജസ്റ്റ് ഒന്ന് വളച്ച് വെക്കും. എന്നിട്ട് അത് ഇൻസുലേറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മളിതിനകത്ത് വെക്കത്തുള്ളൂ, ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളിത് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് വയറൊന്നും മുറിഞ്ഞ് പോകാത്ത രീതിയിൽ നമ്മൾ ജസ്റ്റ് കയറ്റി വെക്കുക. അപ്പോൾ നല്ല രീതിയിൽ നല്ല സ്ട്രെങ്ത് നമുക്ക് ഈ ഇൻഡിക്കേറ്ററിന് കിട്ടും. നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വർക്കിംഗ് ആണോ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. പക്ഷേ ഈ ഫ്ലാഷറിനകത്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഈസിയാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്, അത് വലിച്ചൂരി കണക്ട് ചെയ്താൽ മതി. DRLിലെ കണക്ഷൻ കൊടുക്കാതെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ കൊടുത്ത് ചെക്ക് ചെയ്യുക. നെഗറ്റീവും പോസിറ്റീവും നോക്കി കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ കത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തു, DRLും ചെക്ക് ചെയ്തു, നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വയറിംഗ് കിറ്റിന് യാതൊരു രീതിയിലും കംപ്ലയിൻറ്റ് വരാത്ത രീതിയിൽ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇതിൻ്റെ ആ ഒരു പിരി വരുന്ന ഭാഗം ആ റബ്ബറുമായിട്ട് ഒട്ടും കണക്റ്റഡ് അല്ല. സോ അത് കിടന്ന് കറങ്ങത്തേ ഉള്ളൂ, നമുക്കൊരു ഫിറ്റായിട്ടിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫ്ലെക്സ് ഒട്ടിക്കുന്ന പശ വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ചു എങ്കിൽ മാത്രമേ ഇത് നല്ല ടൈറ്റായിട്ടിരിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ നൈസായിട്ട് ടൈറ്റ് ചെയ്യുക. ഒരുപാട് ടൈറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ വാങ്ങിയ വാഷർ ഞാനത് ജസ്റ്റ് മാറ്റ് ബ്ലാക്ക് പെയിൻറ്റ് വെച്ച് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തു, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളത് ജസ്റ്റ് ഫിറ്റ് ചെയ്യുക. സൂപ്പർ ഗ്ലൂ വെച്ച് നമ്മളത് ഓൾറെഡി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നോർമലി ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്യുന്ന പോലെ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് നൈസായിട്ട് ടൈറ്റ് ചെയ്യുക. ഒരുപാട് ടൈറ്റ് ചെയ്താൽ അത് ഇളകി വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. നല്ലൊരു ലുക്ക് നമുക്ക് ആ ഇൻഡിക്കേറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എന്തായാലും ജസ്റ്റ് ടൈറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ടൊന്ന് കണക്ട് ചെയ്ത് കണക്ഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. വയറിംഗ് കിറ്റിന് യാതൊരു രീതിയിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്ത് നമ്മൾ കൊടുത്ത കണക്ഷനും ഇൻസുലേറ്റ് ചെയ്ത് ആണ് നമ്മൾ വെക്കുന്നത്. ഭാവിയിൽ ഇനി ഒരു ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ലൂസ് കണക്ഷനോ ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് DRൻ്റെ കണക്ഷൻ നമ്മൾ തൽക്കാലം കൊടുക്കാത്തത് കൊണ്ട് അതും ഇൻസുലേറ്റ് ചെയ്തിട്ടിട്ടാണ് നമ്മൾ ഫ്രണ്ടിലത്തെ ഫുള്ള് ചെയ്ത് വിടുന്നത്. ബാക്കിലായാലും നമ്മൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. എന്തായാലും കണക്ഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി തിരിച്ച് ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യുകയാണ്. സൂക്ഷിച്ച് ഫിറ്റ് ചെയ്യുക. ലോക്കിംഗ് സിസ്റ്റം എല്ലാം കറക്റ്റായിട്ട് കയറ്റിയിട്ട് നട്ടും ബോൾട്ടും ആ സ്ക്രൂ എല്ലാം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ വൈബ്രേഷൻ, അനാവശ്യ സൗണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യുക. സോ നമ്മൾ ഫ്രണ്ടിൽ ഇൻഡിക്കേറ്റർ എല്ലാം സെറ്റ് ചെയ്ത് ഒട്ടിച്ചു. നല്ല സ്ട്രെങ്ത് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓക്കെ, പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. മെയിൻലി നമുക്ക് ഈ ഒരു ബോൾട്ടാണ് ഇളക്കേണ്ടത്. സോ അത് ഇളക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം ഇളക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ ഒരു സ്ക്രൂ, അടിയിൽ രണ്ട് സ്ക്രൂ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഈ മേളത്തെ ഒരു മേൽഭാഗം ഇളക്കണം. ഈ ഒരു നട്ടാണ് നമുക്ക് മെയിനായിട്ട് ഇളക്കേണ്ടത്. നമുക്ക് നോർമൽ സ്പാനർ വെച്ചിട്ട് ഇളക്കാൻ പറ്റില്ല. ഭയങ്കര പാടാണ് ഊരിയെടുക്കാൻ. ഒരു വിധത്തിൽ നമ്മൾ ഊരിയെടുത്ത് നട്ടൂരി ഈ ഒരു ലോക്ക് ശ്രദ്ധിക്കുക. അത് ഒടിച്ച് കളയാത്ത രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക. ഇതുപോലെ തിരിച്ച് കയറ്റുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഒരുപാട് സ്ക്രൂ ഉണ്ട്, മിസ്സായി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്കിനി ഇതിൻ്റെ കണക്ഷൻ ചെയ്യാം. അപ്പോൾ നമ്മളെന്തായാലും അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കണക്ഷൻസൊക്കെ ഒന്ന് നോക്കാം. നമ്മളെന്തായാലും കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്ത പോലെ തന്നെയാണ് ബാക്കിലെ ഇൻഡിക്കേറ്ററും കണക്ട് ചെയ്യുന്നത്. നമ്മൾ സർക്യൂട്ട് എല്ലാം നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. DRL കണക്ട് ചെയ്തിട്ടുണ്ട്, അതും ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മൾ ഇത് ഫിറ്റ് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ല. അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബാക്ക് സൈഡിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, ബട്ട് ഫ്രണ്ട് സൈഡിൽ പക്കയാണ്. സോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹോർനെറ്റ് 160 സ്പെഷ്യൽ എഡിഷനിൽ നമ്മൾ LED ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം മോശമല്ലാത്തൊരു ലുക്ക് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ മെയിൻലി ഇത് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോർനെറ്റ് 2.0 ഇറങ്ങി. അപ്പോൾ നമുക്ക് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയോ എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ LED ഇൻഡിക്കേറ്റർ വെച്ചത്. പിന്നെ ഇതിനകത്ത് നമുക്ക് വാറണ്ടിയൊന്നും പോകാനായിട്ടില്ല. നമ്മൾ വയറൊന്നും കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. വാറണ്ടി ഓൾറെഡി കഴിഞ്ഞതാണ്. എങ്കിലും ആ ഒരു പേടിയൊന്നും വേണ്ട. ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കുറച്ച് സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത്. ഈ ഒരു സൈഡ് കുറച്ച് ഹാങ്ങിങ് പോലെ തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇത്രയാണ് നിലവിൽ വീഡിയോ. ഒത്തിരി വീഡിയോസ് നമുക്കുണ്ട്. എന്തെങ്കിലും കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള ഒരു ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് ഇത്. ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഷോപ്പിൽ നമുക്ക് കിട്ടും ഈ ടൈപ്പ് ഇൻഡിക്കേറ്റർ. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലേ ഉള്ളൂ. എനിവേ അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഹോർനെറ്റുള്ള യൂസേഴ്സായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരപ്രദമായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻസ്, ഇൻഡിക്കേറ്റർ വെച്ചതിനകത്തുള്ള പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. എന്തായാലും ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.